കഴിഞ്ഞൊക്കെ കഴിഞ്ഞില്ലേ, എന്താടാ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു? എനിക്ക് സഹിക്കാൻ കഴിയില്ല ചേട്ടാ. എന്നെ വളർത്തി വലുതാക്കി അമ്മയ്യ പോയില്ലേ. ഹരിയേട്ടന്റെ വിഷമപ്പോളേ മാറിയിട്ടില്ലാന്ന് തോന്നുന്നു. ആളെ ഇരിപ്പണ്ടായി. എന്താ ചെയ്യാ, ആ ഡോക്ടർ കാട്ടിയ പണി. അയാൾ നല്ല ഡോക്ടറാണ്, എന്താ പറ്റിയാവോ? എന്താ ഹരിയേട്ടാ നിങ്ങളെ വിഷമപ്പോഴും മാറിയില്ലേ? ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ? നിങ്ങൾക്കൊക്കെ പറയടാ, പോയത് എനിക്കല്ലേ. എനിക്ക് ആ ഡോക്ടറെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്റെ നിങ്ങൾ പോരുമോ? ഞങ്ങളുണ്ട് നിങ്ങളെ. ഞാനല്ല കുട്ടികളെ, എനിക്ക് വയ്യ ഈ വയസ്സാം കാലത്ത് തല്ലോളെ. നിങ്ങൾ നടന്നോളി. ഞങ്ങള് ആരെക്കാണ് നിക്ക് മാറി നിങ്ങളങ്ങാട്ട്. ഡോക്ടറെ നിക്ക്, ഡോക്ടർ അവിടെ. എന്താ പ്രശ്നം? ഡോക്ടറെ, നിങ്ങൾ അശ്രദ്ധക്കാരൻ്റെ അമ്മായി മരിച്ചത്. നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടൂല. നിങ്ങളും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അമ്മാൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇത്രയും പഠിച്ചിട്ട് നിങ്ങളെ ജീവന് വില കൽപ്പിക്കാതെ എന്ത് ഡോക്ടറാ നിങ്ങള്? രോഗിന്റെ ജീവനെ ഒരു വില കൽപ്പിക്കാത്ത നിങ്ങൾക്കൊക്കെ വേറെ പണിക്കൊണ്ടാ നല്ലത്. നിങ്ങളെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. എനിക്ക് പറയാനുള്ളതും ഒരു മിനിറ്റ് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സംസാരം തുടരാം. പോയത് പോയില്ലേ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ? നോക്കൂ, അതായത് ഒരു ഡോക്ടർക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻ്റ് രോഗി രക്ഷപ്പെടണം എന്നുള്ളതായിരിക്കും ആഗ്രഹം. ഒരിക്കലും അദ്ദേഹത്തിന് പേഷ്യൻ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകണം എന്ന് ഒരു ഡോക്ടറും ആഗ്രഹിക്കില്ല. ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ജീവൻ ഇല്ലാതാക്കുക എന്നുള്ളതല്ല ഞങ്ങളെ പ്രൊഫഷൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത കാലത്ത് സമകാലീനമായിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഡോക്ടറെ കൈയേറ്റം ചെയ്യുന്നു, ഡോക്ടറെ എന്തൊക്കെ ആക്സിഡൻറ്റ്സ് നമ്മുടെ നാട്ടിലുണ്ടായി. അപ്പോൾ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾ ഞങ്ങളെ വികാരം കൂടി, ഞങ്ങളെ പരിധി, വൈദ്യശാസ്ത്രത്തിനൊരു പരിധിയില്ലേ, അതും കൂടി മനസ്സിലാക്കണം.